ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ ഇങ്ങോട്ട് നിൽക്കി ഇന്ന് നമ്മൾ ഗുരുവായൂരിലേക്ക് ഒരു യാത്ര പോവാണ്. അപ്പോ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിലാണ് വന്നത്, കാരണം നമുക്ക് കുറെ സമയമുണ്ട്. ഗൈസ്, ഇവിടെ നമ്മൾ അടിപൊളി ടൂറിസ്റ്റ് സ്ഥലം. ഇതുപോലെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ കിടക്കണ വൈബ് പറ്റേ. ഗൈസ്, നമുക്ക് 6:30ക്കാണ് ട്രെയിന്. അപ്പോൾ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ അമ്പലത്തിലേക്ക് കുറച്ച് നേരം നിൽക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. ഗൈസ്, അമ്പലം തുറന്നില്ല കേട്ടോ. ഇത് അമ്പലക്കുളമാണ്. ഇവിടെ മീനൊക്കെ ഉണ്ട്. മീനിൻ്റെ മീൻകൊണ്ട ചേട്ടാ. ഇവിടുത്തെ മെയിൻ പ്രസാദം എന്ന് പറയുന്ന ഈ ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ. പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തിരക്കൊന്നും ഇല്ലായിരുന്നില്ല ചേട്ടാ. ഇനി നീ വ്ലോഗ് ഇടുന്ന വേറെ ഒരു കാര്യം പറയട്ടെ. നാളെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാ. വാട്ട് ദ പോയിന്റ്. പക്ഷെ നമ്മള് ഗുരുവായൂരായി പോയി. അല്ലെങ്കിലും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കൊണ്ടുപോയാനെ പുല്ല്. നാളെ മടിയായനെ. ഗൈസ്, വ്ളോഗർ കണ്ടോ? നിങ്ങളോട് സംസാരിച്ച് ചെരുപ്പ് പോലും എടുക്കാൻ മറന്നുപോയി. കാറിൽ നിന്ന് വന്നതാ. കിട്ടി ഗൈസ്, കിട്ടി. ഇതോ വരുന്നു. നമുക്ക് ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടോ. സമയം ഇനിയും കിടപ്പുണ്ട്. നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നല്ലൊരു ഞൊട്ടയും കൂടി. നമ്മള് ഇന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ബഡ്ജറ്റ് കുറഞ്ഞ് പോകാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങോട്ട് ഞങ്ങൾ കാണുന്ന വീഡിയോ കണ്ട് ഒരു ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഷെയറും ചെയ്ത് ഞങ്ങൾ പറഞ്ഞുതരാം. നമ്മള് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മള് ഈ പ്ലാറ്റ്ഫോമിലല്ല, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. എന്റെ കണ്ടോ നല്ല വെയിറ്റ്. എങ്ങോട്ട് പോവാ? പോയി ഇതിലേ കൂടെ ഓടിച്ചാടി അങ്ങ് പോവാ. നല്ല തിരക്ക് കിട്ടോ, ഭയങ്കര തിരക്ക്. നമ്മള് കേറിയിട്ട് ഇപ്പം കൊല്ലം പോലും ആയില്ല. അപ്പോ അച്ഛനിവിടെ ഫോൺ കാണുന്നു, അമ്മ ഇവിടെ വെറുതെ ഇരിക്കുന്നു. കുഞ്ഞാറ്റ ഇവിടെ ഇറങ്ങിയതേ ഉള്ളു, അതിനു മുമ്പ് തിന്നാൻ തുടങ്ങി. അവളെ ചിരിയും എന്തുവാടി, ഇറങ്ങിയല്ലേ ഉള്ളൂ. നമ്മള് വീട്ടിൽ നിന്ന് തന്നെ കാപ്പി കൊണ്ടുവന്നിട്ടോ രാത്രിത്തേക്ക്. കാരണം നമ്മള് ഏകദേശം ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറെ മണിക്കൂർ യാത്ര ഉണ്ടായോണ്ട്. നമ്മള് എക്സ്പെൻസ് ഇല്ലാത്തൊരു യാത്ര ആയതുകൊണ്ട് നമ്മള് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ. അപ്പൊ ഇത് ഉപകാരപ്പെടും. കഴിച്ചിട്ട് വരാം. ഹേ ഗൈസ്, ഇപ്പോൾ ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. ഇനി നമുക്ക് കുറച്ചും കൂടെ പോകണം. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അവിടെ നിന്ന് നമുക്ക് തിരിച്ച് ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് പോകുന്നുണ്ട്. 6 മണിക്കായത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അവിടെ ചെന്ന ഉടനെ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി കുളിച്ച് കാര്യങ്ങൾ ഫ്രഷ് ആയിട്ട് അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങിയാൽ നമുക്ക് അതേ ട്രെയിനിൽ തന്നെ തിരിച്ച് വരാൻ പറ്റും. അപ്പോൾ അതിനാണ് മാക്സിമം നോക്കുന്നത്. കഴിഞ്ഞോട്ടം അങ്ങനെ ഞങ്ങൾ വന്നത്. നമ്മള് ഓട്ടോയിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട്, ഇത് കുടുംബശ്രീയുടെ ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു 30-40 രൂപയ്ക്ക് ഫ്രഷ് ആവുകയും അല്ല കിടക്കണമെങ്കിൽ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഇതൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഈ ഒരു വളവ് കഴിയുമ്പോഴാണ്
ആണ് നമുക്ക് അമ്പലം വരുന്നത്. അതുകൊണ്ട് അടുത്താണ്ട് ഇത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഹേ ഗൈസ്, നമ്മള് അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങി. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇറങ്ങാനൊക്കെ പറ്റി. അടിപൊളിയായിട്ട് തൊഴുതു. ഇപ്പൊ നമുക്ക് തിരിച്ചുള്ള ട്രെയിൻ കിട്ടുമോ ഇല്ലയോ എന്നാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. കാരണം ഇച്ചിരി താമസിച്ചു. കാരണം നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ അവിടെ വന്നിട്ട് പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ട്രെയിൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം. നമ്മുടെ കാർ കിടക്കുന്നു. അങ്ങനെ 14 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ഒരു ലോങ് ജേണിയായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ദർശനമൊക്കെ നടത്തിയിട്ട് തിരിച്ച് അതേ ട്രെയിനിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് വരാൻ പറ്റും. അപ്പോൾ കൂടുതൽ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ പോയി അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തൊഴുത് കാര്യങ്ങളൊക്കെ വരാം അല്ലേ. അപ്പോൾ കുറെ നാൾക്ക് ശേഷം ഒരു വ്ലോഗ് വന്നതാണ്. അപ്പോൾ ഇനിയും വരുമെന്ന പ്രതീക്ഷയിൽ ബൈ, ടാറ്റ.